നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നു. അതായത് ചെറിയ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരായാലും ഇപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും നേരിടുന്നത് ഒരു പ്രശ്നമാണ് ഓഡിയോ ക്ലാരിറ്റി ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവരായാലും യൂട്യൂബിൽ ഷോർട്സ് ചെയ്യുന്നവരായാലും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരായാലും അപ്പോൾ തുടക്കക്കാരുടെ കയ്യിൽ ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ആദ്യം കാണത്തില്ല. നല്ല മൈക്കോ അങ്ങനെയുള്ള റെക്കോർഡറൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ല ക്ലാരിറ്റിയിൽ, അതായത് നമുക്കൊരു ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടും നോയ്സ് ഇല്ലാതെ നോയ്സൊക്കെ ക്ലിയർ ചെയ്ത് നല്ല അടിപൊളി സൗണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 10,000-70,000 രൂപയുടെ ഒരു മൈക്കൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന അത്രയും ക്ലാരിറ്റി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത്രയൊന്നും കിട്ടത്തില്ല. പക്ഷേ നല്ല ഒരു ഡീസൻറ്റ് ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്ലാരിറ്റിയൊക്കെ അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിൽ. ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉറപ്പായിട്ടും ഒരു ഇയർഫോൺ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ വിത്ത് മൈക്ക്, അതായത് മൈക്കും കൂടെ ഉള്ള ഒരു ഇയർഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇയർഫോൺ എടുക്കുക. പണ്ടത്തെ നോക്കിയ ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഇയർഫോൺ ആണെങ്കിലും മതി. എത്ര നല്ല ഇയർഫോൺ ആണോ അത്രയും നല്ല ക്ലാരിറ്റി സൗണ്ടിനുണ്ടാവും, അത്രയും നല്ല ക്ലാരിറ്റിയുള്ള മൈക്കായിരിക്കും ആ ഒരു ഇയർഫോണുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു ഇയർഫോൺ തന്നെ അങ്ങോട്ട് എടുക്കുക. അങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു മൈക്ക് പാനൽ ഉണ്ടാവുമല്ലോ, ആ ഒരു നടുക്കത്തെ ഒരു ചെറിയൊരു സംഭവം, ഒരു മൈക്കുള്ളൊരു പാനലുണ്ടാവും. ആ ഒരു പാനൽ മാത്രം ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ള അതിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു ചെവിയിൽ തേക്കുന്ന സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് മടക്കി താഴോട്ട് കെട്ടി വെച്ചാലും മതി. അതിനുശേഷം ആ ഒരു മൈക്ക് എടുത്ത് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ കയ്യിൽ പണ്ടത്തെ ഹെഡ്ഫോണുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മൈക്കുള്ള ഹെഡ്ഫോൺസ് ഉണ്ടാവും പണ്ടത്തേത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൈക്കിൻ്റെ അറ്റത്തെ ആ ഒരു പഞ്ഞി പോലത്തെ സാധനം എടുത്ത് ഈ ഒരു സ്പീക്കറിൻ്റെ മുകളിലേക്ക്, ഈ ഒരു മൈക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു പഞ്ഞി സെറ്റപ്പ് വെക്കുന്നത്. അപ്പോൾ പഞ്ഞി വെച്ചാലാണ് ഇതിൽ കൂടെ പോകുന്ന കാറ്റ് അങ്ങനത്തെ നോയ്സൊക്കെ ഇത് പിടിക്കാതെ നമ്മുടെ സൗണ്ട് മാത്രം പിടിക്കാൻ വേണ്ടിയാണ് ആ ഒരു പഞ്ഞി വെക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഹെഡ്ഫോണിൻ്റെ പഞ്ഞി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ കണ്ടിട്ടുണ്ടാവും. ചെറിയ ആ ഒരു മഞ്ഞ കളറിലോട്ട് പഞ്ഞിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് പഞ്ഞി എടുത്ത് അത് ചുറ്റി കെട്ടി വെക്കുക. അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ ഷേപ്പിൽ അത് ചുറ്റി കെട്ടി താഴെ കെട്ടി എടുത്ത് വയ്ക്കുക. അതിനിടയ്ക്ക് പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പോ, ആ ഒരു ഹെഡ്ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ക്ലിപ്പോ, ഇയർഫോണിൻ്റെ കൂടെ ക്ലിപ്പോ എന്തെങ്കിലും എടുത്ത് ക്ലിപ്പ് ചെയ്യാവുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ ഷട്ടിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം അതൊരു മൈക്കിൻ്റെ സെറ്റപ്പ് ആയി എന്നുള്ളത്, ഏകദേശം ഒരു മൈക്കിൻ്റെ സെറ്റപ്പ് ആയിട്ടുണ്ട് ആ ഒരു ഇയർഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈക്കിൻ്റെ ഏറ്റവും ആ ഒരു ഫോണിലേക്ക് കുത്തുന്ന ഹെഡ്ഫോൺ ജാക്കിൻ്റെ ആ ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടാകുമല്ലോ ഫോണിൽ. അപ്പോൾ അതിലേക്ക് കുത്തുന്ന അതിലൊരു 4 സ്ട്രിപ്പ് ഉണ്ടെന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കാം. ഇയർഫോണിൻ്റെ ഏറ്റവും മറ്റത്തെ ആ ഒരു കമ്പിയിൽ 4 വരകളുണ്ടാവും. അപ്പോൾ 4 വരകളുണ്ടെങ്കിലാണ് ആ ഒരു ഓഡിയോ റെക്കോർഡിംഗ് സംഭവം കൂടെ ആ ഒരു ഇയർഫോണിനകത്തുള്ളത് 4 വരകൾ ഉള്ളപ്പോഴാണ്. എല്ലാ ഇയർഫോണിലും തന്നെ അതുണ്ടോയെന്ന് നിങ്ങളൊന്ന് നോക്കിയേക്കുക. 4 ലൈൻസ് ഉണ്ടോ. ഇപ്പോൾ 3 ലൈൻസ് ഉള്ളെങ്കിൽ അത് വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും 4 സ്ട്രിപ്പുള്ള തന്നെ നിങ്ങൾ നോക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫോണിലും റെക്കോർഡ് ചെയ്യുന്ന മറ്റൊരു ഫോണിലുമായിരിക്കും. നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെ ഈ ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അപ്പോൾ വേറൊരു ഫോൺ, ഇപ്പോൾ പഴയ ഫോണാണെങ്കിൽ പോലും വേറൊരു ഫോണിലോട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഡോൾബി ഓൺ എന്ന് സെർച്ച് ചെയ്യുക. ഡോൾബി ഓൺ റെക്കോർഡ് ഓഡിയോ ആൻഡ് മ്യൂസിക് എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ 48 MB ഉണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അത് സ്കിപ്പ് ചെയ്ത് വിടുക. അതിനുശേഷമുള്ളത് സൈനപ്പ് ചെയ്യാൻ പറയും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈനപ്പ് ചെയ്യാം. ഞാനിവിടെ നോട്ട് നൗ എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം വരുന്നതിൽ നോ താങ്ക്സ് എന്ന് കൊടുത്തും ഇപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്പിൻ്റെ ഹോം പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ഇങ്ങേരുത് വീഡിയോ റെക്കോർഡിനുള്ള ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് ഓഡിയോ റെക്കോർഡിനുള്ള ഓപ്ഷനാണ്. ഏറ്റവും ഇങ്ങേരുത് ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത്രയും 3 ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ നേരെ ആ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാമല്ലോ, അവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ എടുക്കുക. ഇപ്പോൾ ഈ ഒരു 3 ഐക്കൺ ഒഴികെ താഴെ ഒരു സെറ്റിങ്സ് ഐക്കണും ഏറ്റവും ഇങ്ങേരുത് ഓൾ ഓഡിയോസ് ആ ഒരു 2 ഓപ്ഷൻസും കൂടെ ഉണ്ടാവും. അപ്പോൾ സെറ്റിങ്സ് ഓപ്ഷൻ എടുക്കുക. അവിടെ കുറച്ച് താഴോട്ട് പോയി കഴിയുമ്പോൾ ലോസ്ലെസ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സൈസ് കൂടുതലാകും എന്നൊക്കെ പറയും. നിങ്ങളുടെ ഫോണിൽ നല്ല സ്റ്റോറേജൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അതിനുശേഷം അതൊന്ന് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോണിൽ ആ ഒരു ഫോണിൽ കുത്തിയതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷനിലൂടെ ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാം.
റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റെക്കോർഡിംഗ് കഴിയുമ്പോൾ അത് നിർത്തി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഓഡിയോ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ഓഡിയോ ഒന്നും സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ടൂൾസ് എന്നുള്ളൊരു ഭാഗം കാണും. ആ ഒരു ടൂൾസ് എടുത്തതിന് ശേഷം നോയ്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യാം. ആ ഒരു നോയ്സ് 5-ലായിരിക്കും കിടക്കുന്നത്, അത് 10 ആക്കിയിട്ടതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുന്നപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസും കൂടെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് പ്ലേ ചെയ്ത് നോക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണും. അവിടെ ഷെയർ എന്ന് കൊടുത്ത് കഴിയുമ്പോൾ സേവ് ഓഡിയോ എന്നോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ലോസ്ലെസ് എന്നുള്ള ഓപ്ഷൻസ് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിവിടെ സേവ് ഓഡിയോ എന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൾഡർ നെയിമൊക്കെ ചോദിക്കും. അതൊക്കെ ചോദിച്ചതിന് ശേഷം ആ ഒരു ഓഡിയോ സേവ് ആവും. ലോങ് ഓഡിയോ ആണെങ്കിൽ കുറച്ചധികം സമയമെടുക്കും, ഷോർട്ട് ഓഡിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സേവ് ആവും. അങ്ങനെ സേവ് ആക്കിയതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനകത്തും ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ എന്തോരം ഓഡിയോ റെക്കോർഡ് ചെയ്താൽ പോലും അതെപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഉണ്ടാവും. അത് ഡിലീറ്റ് ആയി പോകുന്നില്ല. അതൊരു ക്ലിയർ ഡേറ്റ ചെയ്തോണ്ട് വരെ ആ ഓഡിയോസ് എല്ലാം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ ഉണ്ടാവും. അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ഓഡിയോ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക, സൈഡിലോട്ടൊന്ന് വലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഡിലീറ്റിന് ഒരു ഓപ്ഷൻ കാണും. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്നും ഒരു ഓഡിയോ പോകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഓഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ആക്സിഡൻ്റലി നിങ്ങളുടെ ഫോണിൽ നിന്നും ആ ഒരു ഓഡിയോ ഡിലീറ്റ് കളഞ്ഞാൽ പോലും ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ആ ഒരു ഓഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോ കിട്ടിയിരിക്കുകയാണ്. ഇനി നേരെ കൈൻമാസ്റ്ററിൽ ഓപ്പൺ ചെയ്യാം. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം കൈൻമാസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ വേർഷനിലാണ് ഈ ഒരു നല്ല ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് കൈൻമാസ്റ്ററിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ മോഡ് വേർഷൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ നിങ്ങൾ ക്രോമിൽ തീർച്ചയായും മതി, പുതിയ വേർഷൻസ് ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ പുതിയ വേർഷൻ കയറ്റിയതിന് ശേഷം അതിലേക്ക് നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ആഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയും അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത ഓഡിയോയും ആ ഒരു ലിപ്സിങ് കറക്റ്റ് ആക്കി ഇട്ടതിന് ശേഷം അത് ഒരുപോലെ ആക്കി ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഓഡിയോ ആദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കൈൻമാസ്റ്ററിൽ ആ ഒരു ബോക്സ് പോലത്തെ ഒരു ചിഹ്നമുള്ള ആ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഒരു ഐക്കൺ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് താഴോട്ട് പോയി കഴിയുമ്പോൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഡിയോയുടെ വ്യത്യാസം മനസ്സിലാവും. അത്ര ക്ലാരിറ്റി ആയിട്ട് ആ ഒരു ഓഡിയോ മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള എഡിറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിലുള്ള നല്ലൊരു ഓഡിയോ ആയിട്ടായിരിക്കും ആ ഒരു വീഡിയോ എക്സ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒറ്റ പൈസ പോലും മുടക്കാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഹെഡ്ഫോൺസ് ഇയർഫോൺസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുക, ഒരു ഇയർഫോണും ഒരു ഹെഡ്ഫോണിൻ്റെ ആ ഒരു പഞ്ഞിയും കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.